Hello guys, welcome back to our new video. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വേറെ ഒന്നല്ല, ഒരു ഡാൻസ് ഷൂട്ടാണ്. അപ്പോൾ ഏതാ മൂവി? റായനിലെ വാട്ടർ പാക്കറ്റ്, അതായത് പഞ്ചിമുട്ടായി എന്നുള്ള സോങ്ങാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് എവിടെ? ലൊക്കേഷൻ ഇവിടെ മറ്റേ പുത്തനാൽക്കാവ് എന്ന് പറയും. പുത്തനാൽക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആഷിഖ് ഓഡിറ്റോറിയം. അപ്പോൾ അവിടെയാണ് നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. എന്നിട്ട് പറയണ്ട ഇവ? എനിക്കൊന്നും പറയില്ല. എന്നാ പറ. ഒന്നും പറയല്ലേ? അത് ശരി. അപ്പോൾ അത് നമ്മുടെ സ്വന്തം ഷോപ്പാണ്. കനോലി ബ്രാൻഡഡ് സർപ്ലസ് ഔട്ട്ലെറ്റ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. നമ്മൾ ഇവിടെ തന്നെയാണ് പ്രാക്ടീസൊക്കെ ചെയ്യാറ്. നമ്മുടെ സ്വന്തം കടയാണ്. അതെ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഓണത്തിൻ്റെ റീ ഓപ്പണിംഗ് ഒക്കെ കൊണ്ട് കുറച്ച് പരിപാടി നടന്നുകൊണ്ടിരിക്കണം. അതാണ് നിങ്ങളിങ്ങനെ കാണുന്നത്, വേറെ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകേണ്ടതുണ്ട്. അതെ, കുറച്ച് നേരം വൈകി, ഒരുപാട് ലേറ്റായി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. പിന്നെ അവിടെ മൂവി നല്ല മൂവിയല്ലേ? അടിപൊളി പടമാണ്. അടിപൊളി പടമാണ്. ഞാൻ കണ്ടു, എനിക്കിഷ്ടമായി. ഇപ്പം കണ്ടോ മൂവി? കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മളെന്തായാലും ഇപ്പോൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം. ബൈ. അപ്പോൾ ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലം. ഈ ഗ്രൗണ്ട് കാണുമ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടുത്തെ കാളവേലയ്ക്ക് കാളകളെ നിർത്തുന്ന ഒരു ഗ്രൗണ്ടാണിത്. പണ്ടൊക്കെ ഈ മരത്തിൻ്റെ ചൂട്ടിൽ തന്നെയായിരുന്നു ഫ്രണ്ട്സായിട്ട് വന്നിരിക്കുക വൈകുന്നേരത്ത്. അന്ന് ഈ മരം ഇങ്ങനെയൊന്നുമല്ല, നല്ല ഇലകളൊക്കെ കിട്ടും, അടിപൊളിയായിരുന്നു. അതൊക്കെ ഒരു കാലം. അവിടെ വിപിയും വിമലും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഡ്രസ്സ് ചെയ്തതാണ്. നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു തമിഴ് ലോക്കൽ ലുക്കായിരുന്നു. പക്ഷേ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ പണിക്ക് പോണ ബംഗാളി ലുക്കായി. അടിപൊളി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതാണ് നമ്മുടെ ക്യാമറമാൻ. ഋതിൽ എന്നാണ് അവൻ്റെ പേര്. ഞങ്ങളെല്ലാവരും സച്ചു എന്നാണ് വിളിക്കുക. കൂടെ ഉള്ളത് അവൻ്റെ അസിസ്റ്റൻറ്റ് ഭവൻ. സച്ചുവിടെ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാൻ ചെന്നാൽ അവന് ഭയങ്കര നാണം. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല അവൻ്റെ നാണം. പക്ഷെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾ പക്കാ പ്രൊഫഷണലാണ്, ഒടുക്കത്തെ സ്ട്രിക്റ്റാണ്. അങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരാൾ കാണാൻ വന്നു. രാജാവിനെന്ത് ക്യൂ വഴിയൊരുക്കടാ മുൻപന്തി ഉത്തരവ്. രാജാവാ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. ഗായ്സ്, അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു, നല്ല ടയർഡായി. ഞങ്ങൾ അവസാനം പാക്കപ്പ് ചെയ്തിരിക്കുന്നു ഗൈസ്. പാക്കപ്പ്. പണവും ബടാപവും നമുക്കുണ്ടിനാ, സൈറ്റുണ്ടല്ലോ സൈറ്റിൽ പണയുണ്ടല്ലോ, വാശമുണ്ടിന്റെ പൊടിയാവാ. പിന്നെ അടുത്ത പരിപാടി എന്താ? ചായ കുടിക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Oh God! You again? വീണ്ടും നിങ്ങളോ? അരമച്ചറ്റ നാറി, ആർക്ക് വേണം? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇതല്ല, ഇതൊക്കെ മേലെ. കർത്താവേ, 100 രൂപയുണ്ട്, ഞാനുണ്ട്, കത്തി വെക്കാതെ കാത്തോളണേ. കുറേ ആൾക്കാരെ സംശയമാണ് നമ്മൾ ഏത് ക്യാമറയിലാണ് വീഡിയോ എടുക്കാറ് എന്നുള്ളത്. ഇത് കാനണിൻ്റെ R6 Mark II എന്ന മോഡലാണ്. അങ്ങനെ ഫുട്ടേജ് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്.
ഇതെൻ്റെ ചായയാണ് ഗായ്സ്. ഇതുണ്ട് ലൈവ്. ഇനി എല്ലാവരും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് സച്ചിൻ നമ്മുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ സച്ചും പോയി. അപ്പോൾ സച്ചിൻ്റെ അടുത്ത് ടാറ്റയും പറഞ്ഞ് ഞങ്ങളും അങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ ഈ ഡാൻസ് വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പിന്നെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വട്ടം നമ്മളത് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്. This is what makes heartbreak so difficult to heal. Addicts know they're addicted. They know when they're shooting up. But heartbroken